മനസ്സിൻ മഹസേവാനിയോസേ സാവൂൾ പൗലോസേ തിരുമനസേ മഹിൽ മഹാനായ സന്യാസി മലങ്കരയ്ക്കൈക്യമൊന്നേകിയോനേ മനസ്സിൻ മഹസേവാനിയോസേ. സർവശക്തനായ പിതാവേ, ഒരു പുതിയ ദിവസം ആരംഭിക്കുന്ന സമയത്തേക്ക് അങ്ങ് കരുണ തോന്നി എന്നെ കൊണ്ടുവന്നുവല്ലോ. അങ്ങേക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ എന്നെ കാത്തു സൂക്ഷിച്ചതിന് അങ്ങേക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ നിദ്രാമഗ്നനായി നിസ്സഹായനായി ഞാൻ കിടന്നപ്പോൾ അങ്ങ് എന്നെ സംരക്ഷിച്ചുവല്ലോ. അങ്ങേക്ക് സ്തോത്രം. കഴിഞ്ഞ രാത്രി എനിക്ക് വരാമായിരുന്ന സകല ആപത്തിൽ എന്നെ കാത്തുരക്ഷിച്ചതിനായി അങ്ങേക്ക് സ്തോത്രം. ഏത് പ്രകാരം ഒരു മാതാവ് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ സൂക്ഷിക്കുകയും അത് ഉണർന്നു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടുന്ന ഭക്ഷണം പാചകം ചെയ്യുകയും ചെയ്യുന്നു, അങ്ങനെ എന്നെ പ്രതി അങ്ങ് ചെയ്യുന്ന സകല കൃപകൾക്കായി സ്തോത്രം. സ്നേഹസ്വരൂപിയായുള്ളവയെ അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യം വരുത്തുക. തള്ളപ്പക്ഷിയുടെ ചെറുക്കൻ കീഴിൽ കുഞ്ഞുങ്ങളെ ശേഖരിച്ച് സൂക്ഷിക്കുന്ന പ്രകാരം എന്നോട് ചെയ്യുന്നുണ്ടെന്ന് എന്നെ മനസ്സിലാക്കുക. അങ്ങേ ചിറകുകളിൻ കീഴിൽ എന്നെ ചേർത്തുകൊള്ളുക. അങ്ങേ ഞാൻ നന്ദിക്കട്ടെ, അങ്ങേ ഞാൻ സ്തുതിക്കട്ടെ. അങ്ങേ നിരവധി സൽഗുണങ്ങൾക്കായി അങ്ങേ ഞാൻ പൂജിക്കട്ടെ. അങ്ങ് സ്വയസ്ഥിതിനാകയാൽ അങ്ങേക്ക് മഹത്വം. എന്നെ സൃഷ്ടിച്ചതിനാൽ അങ്ങേ മഹത്വം. എന്റെ ചുറ്റുമുള്ള സർവ്വലോകത്തെയും സൃഷ്ടിച്ചതിനാൽ അങ്ങേക്ക് മഹത്വം. സകല ചരാചരങ്ങളും അങ്ങ് അദൃശ്യനായി പാർക്കുന്നതിനാൽ അങ്ങേക്ക് മഹത്വം. അങ്ങേ അല്പമായിട്ടെങ്കിലും അറിവാൻ തക്ക ബുദ്ധി എന്നിൽ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ അങ്ങേക്ക് മഹത്വം. അങ്ങേ നന്നായി അറിവാൻ എന്റെ ബുദ്ധി വിശാലമാക്കുക. അങ്ങേ അല്പമായിട്ടെങ്കിലും സ്നേഹിപ്പാൻ തക്ക ഹൃദയത്തെ എന്നിൽ സൃഷ്ടിച്ചതിനാൽ അങ്ങേക്ക് മഹത്വം. പൂർണ്ണമായി അങ്ങേ സ്നേഹിപ്പാൻ എന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുക. ഇന്നിവിടെയും മേലിലെന്നും എന്നെ സ്തുതിപ്പാനും സേവിപ്പാനും തക്ക ജീവിതത്തെ അടിയനെ തരുക. നാഥായജമാനെ, അടിയൻ അങ്ങേ സേവിപ്പാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധി കൂടാതെ അങ്ങേ സ്നേഹിപ്പാൻ സാധിക്കുകയില്ലല്ലോ. അടിയനെ വിശുദ്ധി തരയണമേ. ആഴമായ ഭക്തിയും ഉന്നതമായ വിശുദ്ധിയും ആഗ്രഹിപ്പാൻ പോലും അടിയൻ അർഹതയില്ല. എന്നാൽ അങ്ങേ സേവിപ്പാൻ ഇവ ആവശ്യം വേണ്ടതാകിയാൽ അടിയൻ ആഗ്രഹിക്കുന്നു, ഇവയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. അടിയൻ ആഴമായ ഭക്തി തരയണമേ, ഉയർന്നതായ വിശുദ്ധി തരയണമേ. അടിയന്റെ ജീവിതത്തെ നന്നാക്കണമേ. സ്വർഗരാജ്യത്തേക്കുള്ള ഇടുക്കോടിയിൽ കൂടി മുമ്പോട്ട് ഗമിക്കുന്നതിന് അടിയനെ സഹായിക്കണമേ. ലോകത്തിൽ താണതായ സ്ഥിതിയാണ് ഇടുക്കോടിയെങ്കിൽ അങ്ങ് അടിയന് തരിക. പാപത്തോട് അശിഷ്യം സ്നേഹമില്ലാത്ത സ്ഥിതി അടിയന് തരിക. അങ്ങേ ഛായ അടിയനിൽ മുദ്രയായി കുത്തുക, അതിനെ ശക്തിപ്പെടുത്തുക. അങ്ങയുടെ വിശുദ്ധാത്മാവിനെ അടിയനിൽ പാർപ്പിക്കുക. ഈ ലോകബന്ധങ്ങൾ അടിയനെ ശക്തിയായി ബന്ധിച്ചു വിരിക്കുന്നുവെന്ന് അടിയനെ ബോധ്യപ്പെടുത്തുക. ലോകബന്ധങ്ങൾ ഇരുമ്പ് ചങ്ങല പോലെ അടിയനെ കെട്ടിയിരിക്കുന്നു. അതിൽ അടിയനെ അഴിച്ചുവിടുക. ലോകം, ധനം, കുടുംബം, അന്തസ്സ്, സമുദായം, രാജ്യം, ഇങ്ങനെ ഓരോന്നിനെ പ്രതിയും അങ്ങ് ഉപേക്ഷിപ്പാനോ മറന്നുകളയാനോ അടിയൻ സന്നദ്ധനാകുന്നത് ഇവയെല്ലാം അടിയന്റെ ചങ്ങലകളാകുമെന്ന് അടിയൻ അറിയുന്നു. അങ്ങേ മറന്നിവയെ സേവിക്കുന്നത് അടിയന്റെ ചങ്ങലയാകുന്നു. ചങ്ങല പൊട്ടിക അടിയൻ അങ്ങേ സേവിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അവയിൽ അടിയനെ സ്വതന്ത്രനാക്കുക. അടിയൻ അവയ്ക്ക് മാത്രം, അങ്ങേക്ക് മാത്രം ദാസനും അടിമയായിരിക്കട്ടെ. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അടിയന്റെ ആശയലാഭം അങ്ങനെ ആയിരിക്കട്ടെ. അടിയന്റെ ഓഹരി, അടിയന്റെ പ്രതിഫലം, അടിയന്റെ അവകാശം, അടിയന്റെ ഭാഗ്യം, അടിയന്റെ സന്തോഷം, അടിയന്റെ പരമാനന്ദം അങ്ങ് തന്നെ. സ്വർഗപിതാവേ, ഇന്ന് മുഴുവൻ അങ്ങ് അടിയനോടുകൂടെ ഇരിക്കണമേ. അങ്ങേ സമീപേ അടിയനെ വെച്ചുകൊള്ളണമേ. നിമിഷം പ്രതി അടിയനെ താങ്ങിക്കൊള്ളണമേ. അങ്ങേ ഇഷ്ടത്തിന് ചേരാത്ത യാതൊന്നിലും പ്രവേശിപ്പാൻ ഇന്ന് അടിയനെ സംഗതിയാവരുതേ. അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതിൽ പ്രവേശിക്കയില്ലെന്ന് അടിയൻ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ന് അടിയൻ എന്തെല്ലാം പ്രവർത്തിക്കണമെന്ന് അവിടുന്ന് കാണിച്ചു തരിക. അടിയൻ ഇന്ന് എവിടെ പോകണം, ആരെ കാണണം, എന്ത് ആഗ്രഹിക്കണം, സംസാരിക്കണം, പ്രവർത്തിക്കണം, ഇവയെല്ലാം അവിടുന്ന് കൽപ്പിക്കുക, കൽപ്പിച്ച് നടത്തുകയും ചെയ്യുക. വളരെ നാൾ എനിക്ക് വേണ്ടി ഞാൻ ജീവിച്ചു പോയി. ഇനിയെങ്കിലും അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം അടിയനെ അങ്ങ് സ്ഥിരപ്പെടുത്തുക. അവിടുന്ന് അടിയനെ നടത്തുക. അടിയന്റെ എല്ലാ വഴികളിലും അടിയനെ അനുഗ്രഹിക്കുക. മറ്റുള്ളവർക്ക് അടിയനെ അനുഗ്രഹമാർഗമായി തീരാൻ അനുഗ്രഹിക്കുക. ഇന്ന് ഏതെങ്കിലും സൽക്കർമ്മം ചെയ്യാൻ സഹായിക്കുക. ഇന്ന് അടിയൻ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന സകലത്തിലും അങ്ങേ മഹത്വപ്പെടുത്തണമെന്നുള്ള ഏക ഉദ്ദേശത്തെ അടിയനിൽ സ്ഥിരപ്പെടുത്തുക. എന്റെ വിചാരങ്ങൾ നന്നായിരിക്കാൻ കരുതുന്ന ശീലം എനിക്ക് തരിക. അശുദ്ധമായ ആഗ്രഹങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുക. അടക്കമില്ലാത്ത എന്റെ അന്ധകരണത്തെ അങ്ങ് അടക്കി ഭരിക്കുക. അവിടുത്തെ തിരുവിഷ്ടത്തിന് എന്നെ അധീനപ്പെടുത്തിക്കൊള്ളുക.
ഞാൻ അതിരങ്ങൾ കൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വായ്ക്ക് കാവൽക്കാരെ നിയമിക്കുക. ഈ ദിവസം എന്ത് സംഭവിക്കുമെന്ന് ഞാൻ അറിയുന്നുമില്ല. അങ്ങ് ഇന്നത്തെ ദിവസത്തെയും എൻ്റെ ആയുസ്സിന്റെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നടത്തിക്കുക. ഐശ്വര്യം എൻ്റെ ഓഹരിയാകാൻ തിരുഷ്ടമുണ്ടെങ്കിൽ എന്നെ താഴ്ന്നുള്ളനും നന്ദിയുള്ളനുമാക്കി തീർക്കുക. ദുഃഖങ്ങളും വേദനകളും എൻ്റെ ഓഹരിയായിരിക്കാൻ അങ്ങ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ തൃക്കൈയിൽ നിന്ന് അവയെ സ്വീകരിക്കാൻ എന്നെ അനുഗ്രഹിക്കുക. അങ്ങെനിക്ക് സുഖം തന്നാലും ദുഃഖം തന്നാലും ഞാൻ അങ്ങേ മറക്കാതിരിക്കണമെന്നത്രേ ആഗ്രഹിക്കുന്നത്. അങ്ങേ മറക്കാൻ എനിക്കൊരിക്കലും സംഗതിയാകുകയും അരുതേ. ഇത് അവിടുത്തെ കയ്യിലേക്ക് എന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അങ്ങേക്ക് നല്ലതെന്ന് തോന്നുന്ന പോലെ എന്നിൽ പ്രവർത്തിച്ചുകൊള്ളുക. എൻ്റെ ആത്മാവിനെ രക്ഷിക്കണമേ. എന്നേക്കുമായി എന്നെ അങ്ങേക്കുള്ളവനാക്കണമേ. കർത്താവെ, അവിടുത്തെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കുക. ആകാശത്തിലെ ഞങ്ങളുടെ ഭാവാഖ്യാതി. Praise be the name of the living God. We are in the period of the commemoration of the life of Marivanus Vidal. During these days, we have been praying and meditating upon the Hardava Prarthana. Today, we have the Tuesday morning reflection prayer of Marivanus Vidal. The beauty of these prayers are that in these prayers a lot of Pidav's emotions, a lot of Pidav's own self, his own essence is part of these prayers. It is very beautiful in the way that we get a glimpse of what Pidav thinks and what Pidav desires. Today's prayer in a very special way revolves around Pidav's desire for holiness. In the beginning of the prayer, he draws an awe-inspiring image of God before us. This awe-inspiring image, he encourages us to praise God for the God he is. He draws the image of the mother bird who cares, who tightly holds her chicks under her wings, and then the doting mother who prepares food while her child is fast asleep. In fact, he also draws our attention in this prayer that how God is protecting us so deeply while we are oblivion in the deepest of our sleep in the night. This morning prayer reflection is about how God has protected him throughout the night, and he praises and thanks God. There is a sense of deep gratitude. He soaks us in gratitude to be in gratitude of God for the God that he is. And then this prayer leads us to thank God for all that God does to us. It is out of this awness of God that Marivanus Pidav desires that we all be sanctified. He asks for his own sanctification. In this portion of the prayer, Pidav opens up to God all the areas of his life which he wishes to change. Especially, he uses the words, the worldly attachments are clinging on him like iron chains. He uses the words like iron chains. So the desires like fame, community, power, or money and wealth and family and all this are binding him, binding us in our life. He wants God to take charge, the entire charge of him, and so he truly wants to be free of all these chains. He pleads with God to free him because these desires are making him forget God, and it is exactly what happens in our life. What I like about these prayers are that he is experiencing something that we all experience in our life, and he is showing us a way how to be redeemed out of this through his spirituality. The beauty of these prayers are that they all are very detailed. They detail every element of what we go through, every element of what Pidav went through. And in that same flow, Pidav is teaching us to ask God to take charge of
every being of our life, every area of our life. For example, he asks God to take charge of whom he should see, what he should do, whom he should meet, what he should talk to them. This is a way he encourages us to ask God to take charge of every portion of our life. His uncontrolled desires, uncontrolled and indisciplined thoughts, everything that we also face in our life had been a challenge for him. And he very innocently and very openly opens up before God like a child, that Lord, I am not able to free myself from them, but I want to be free because I want to serve you. I want to be of good use and be a vessel of yours. I want to be an instrument of yours. This is the undertone of this prayer. And in fact, Pidav is encouraging all of us to bear open, to detail, to speak this powerful conversation with God in this prayer. Another very beautiful part about this prayer is that this prayer encourages all of us to be sanctified in the presence of God, to serve. That is one of the things that Pidav desires. In this communion between God and Pidav, he's teaching us that God automatically invites us to be in communion with our society, to be in service of society. Rooted in spirituality, the service that we do to humanity will be really meaningful. We will be able to make beautiful interventions in society. And while we make this journey, while we walk through this prayer with Pidav, he teaches us to be always in the presence of God. Always to be in the presence of God. Because it is the presence of God which inspires us to stay away from sin. He prays to God that, Lord, that nothing that he dislikes, that God dislikes, may enter him. He wishes to do nothing that is away from God, because he wants to be always in the presence of God, whether he lives or whether he dies. My dear friends, in this reflections, while I was going through his prayers, I felt that and I believe strongly that this treasure trove of spirituality that Marivanos Pidav has lived has really made his life sanctified and holy. And this is our spiritual inheritance from Pidav himself. Thank you. ദൈവദാസൻ മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതിനായുള്ള പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ അനന്തകരുണയാൽ കാലത്തിൻ്റെ തികവിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് അങ്ങ് രൂപം നൽകി. അതിനെ കരുപിടിപ്പിക്കുന്നതിനും വളർത്തി നയിക്കുന്നതിനുമായി വന്യതാതനായ മാർ ഇവാനിയോസ് പിതാവിനെ അവിടുന്ന് നിയോഗിച്ചു. പാവന ചരിതനും പുണ്യശ്ലോകനുമായ ഈ പിതാവിലൂടെ ശാന്തിയും സമാധാനവും സത്യത്തിൻ്റെ പ്രകാശവും അനുഭവിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്നുവല്ലോ. ആ പുണ്യതാതൻ്റെ വിശുദ്ധിയുടെ പരിമളവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാ ജനപദങ്ങൾക്ക് മാതൃകയാകുന്നതിനും ആഗോള സഭയ്ക്ക് പൊതുവായും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് പ്രത്യേകമായും ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം കൂടി ലഭിക്കുന്നതിനുമായി മാർ ഇവാനിയോസ് പിതാവിനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ താഴ്മയോട് പ്രാർത്ഥിക്കുന്നു. ആമീൻ.